നീർന്നു. ഉള്ളി പൊളിച്ചിട്ട് നിന്ന് മോങ്ങുന്നത് കണ്ടില്ലേ? കൊച്ചുകുട്ടീന്ന വിചാരം. കെട്ടിച്ചു വിടേണ്ട പ്രായമായി. അതിപ്പം നടക്കില്ലല്ലോ. കെട്ടിച്ചു വിടുന്നേ കാശ് വേണ്ടേ? ഉണ്ടായിരുന്ന കിടപ്പാടം കൂടി പണയപ്പെടുത്തിയ ഈ വീട്ടിൽ നിന്ന് തന്നെ ആര് കെട്ടാനാ? നീ നോക്കിക്കോ, എല്ലാം ശരിയാവും. കാശ് പോയതി പിന്നെ അച്ഛൻ ഭ്രാന്ത് പിടിച്ച പോലെയാ. അടുത്താഴ്ച കാവിലെ കൊടിയേറ്റമല്ലേ? ഞാൻ നേർന്നിട്ടുണ്ട് 101 വെടി. അത് കഴിഞ്ഞു വരുമ്പോ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും. അമ്മ, പണവും പത്രാസും ഒന്നും ചോദിക്കാത്ത ഒരാള് വന്നാ എന്നെ കെട്ടിച്ചു കൊടുക്കൂ? എന്നെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാള് ആരാ നിന്റെ മനസ്സിൽ? അത് നമ്മുടെ നമ്മുടെ സഖാവേട്ടൻ. അവൻ നിന്നോട് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷേ എന്നെ ഇഷ്ടാ. എനിക്ക് അവൻ നല്ലവനാ. പക്ഷേ നിന്റെ അച്ഛന് കമ്മ്യൂണിസ്റ്റ് എന്ന് കേൾക്കുന്നതേ കലിയ. അമ്മ അച്ഛനോട് ഒന്ന് പറഞ്ഞ. അപ്പൊ അതിനാണ് നാടകമുണ്ടായി. അവൻ എന്താ ഒരു കുറവ്? നിങ്ങളെപ്പോലെ ഇങ്ങനെ വെള്ളം അടിച്ച് ലക്ക് കെട്ട് നടക്കുന്നില്ലല്ലോ. അയ്യോടി, ഒരു കുറവുമില്ല. സഖാവല്ലയോ സഖാവ്. എടേ, ജീവിക്കാൻ അറിയാമോടി അവന്? കൂടെ പഠിച്ച ഓരോരുത്തന്മാര് ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായിട്ട് 10,000, 30,000, 40,000 രൂപ ശമ്പളം മേടിക്കുന്നു. അവൻ സഖാവ് കളിച്ച് നടക്കുകയല്ലേ? അല്ല, സഖാവായാലും കുഴപ്പമില്ല. കൂടെയുള്ള ഓരോരുത്തന്മാര് പല പല സ്ഥാനങ്ങളും നേടി വലിയ നിലയിലായി. അവൻ മാത്രം തെരുവിലും. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക, അവന് വല്ല വട്ടമുണ്ടോ? ഇന്നത്തെ കാലത്തും 70കളിലെ പോലെ കൂറ സഞ്ചിയും തൂക്കി ജുബായും ഇട്ട് സഖാവ് കളിച്ച് നടക്കായി. അച്ഛനറി ഇവിടെ ഉണ്ടായിരുന്നോ? ഇത്രയും ബഹളം കാണിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? അവളൊരു ഇഷ്ടം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ആരെയും വേദനിപ്പിച്ച് ഞാൻ ഒന്നും ചെയ്യത്തില്ല. കേട്ടില്ലേ? അപ്പൊ കാശുണ്ടാക്കി മോളെ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ കെട്ടിച്ചയച്ചോ? ഇരിക്കല്ലേ കനകം. അതേടി, ഞാൻ പാപ്പരാ. അച്ഛൻ വന്ന് കിടന്നു. ഇന്നൽപ്പം ഓവറാ. എടി, നീ വിട്, ഞാൻ കൊണ്ട് കിടത്താം.